BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തി മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കാൻ അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഹരീഷ് കുമാറിന് ജാമ്യം നൽകിയത് സർക്കാർ അഭിഭാഷകൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് ചൂണ്ടിക്കാട്ടിയാണ് ED അപ്പീൽ നൽകിയത്. കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് ശക്തമായ വാദങ്ങളാണ് കേന്ദ്ര ഏജൻസി നടത്തിയത്. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള അന്വേഷണ നടപടികൾ പൂർത്തിയാക്കാതെയാണ് പ്രതിക്ക് കീഴ്ക്കോടതി ജാമ്യം അനുവദിച്ചതെന്നാണ് ED ഹൈക്കോടതിയിൽ വെളിപ്പെടുത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സംഭവങ്ങളിൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച കർശന ഉത്തരവുകൾ കീഴ്ക്കോടതി മുഖവിലക്കെടുത്തില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ പോലീസ് റിപ്പോർട്ട് അവഗണിച്ചു 9ാം പ്രതിയായ ഹരീഷ് കുമാറിന് ജാമ്യം ലഭിക്കാൻ പ്രോസിക്യൂഷൻ ഒത്തുകളിച്ചെന്ന ഗുരുതര ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഉപയോഗിച്ച വടി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നായിരുന്നു പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. എന്നാൽ കേസിന്റെ അന്വേഷണം ഏകദേശം പൂർത്തിയായെന്നും പ്രതിയെ ഇനി കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്നുമുള്ള നിലപാടാണ് പ്രോസിക്യൂട്ടർ കോടതിയിൽ സ്വീകരിച്ചത്. ഇതോടെയാണ് പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. ഇതിനെതിരെ നീതിന്യായ വ്യവസ്ഥയെ നോക്കുകുത്തിയാക്കുന്ന നടപടിയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നായിരുന്നു ED ആരോപിച്ചത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയതായിരുന്നു CPMന്റെ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത്. പരിശോധന കഴിഞ്ഞു പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർക്കും അവരുടെ വാഹനങ്ങൾക്കും നേരെ CPM പ്രവർത്തകർ ആക്രമണം അയച്ചുവിടുകയായിരുന്നു. മുതിർന്ന CPM നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ആക്രമണം നടന്നത് എന്നതും ശ്രദ്ധേയമായിരുന്നു. സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ കാർ തല്ലി തകർക്കുകയും ED സംഘത്തിനെ പരിക്കേൽക്കുകയും ചെയ്തു. അക്രമം തടയാൻ ശ്രമിച്ച പോലീസും പാർട്ടി പ്രവർത്തകരും തമ്മിൽ വലിയ കയ്യാങ്കളി ഉണ്ടായിരുന്നു. തുടർന്നാണ് കേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി രാഷ്ട്രീയ പകപോക്കലിന്റെ ഉദാഹരണമാണെന്നാണ് CPM ആരോപിച്ചത്. ED ഉദ്യോഗസ്ഥരെ വർദ്ധിക്കണമെന്ന ഉദ്ദേശം പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നില്ലെന്ന് CITയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എളമര കരീം അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടവും ജനകീയ പ്രതിഷേധവും തുടരുമെന്നായിരുന്നു ഇടത് നേതാക്കൾ അറിയിച്ചത്. കേസിൽ 9ാം പ്രതിയായ ഹരീഷ് കുമാറിന് ജാമ്യം കിട്ടിയ സംഭവത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്കെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. പ്രോസിക്യൂട്ടറെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം സിറ്റി പോലീസ് കമ്മീഷണർക്കും കത്ത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ജാമ്യാപേക്ഷയിൽ പ്രതിപക്ഷ നേതാവിന്റെ വീടിന് സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പോയപ്പോഴാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ഉണ്ടായതെന്നും അക്രമത്തിൽ പങ്കാളിയായിരുന്നില്ല എന്നുമാണ് ഹരീഷ് കുമാർ വ്യക്തമാക്കിയത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.